ഞാനിവിടെ ഒരു ജാമിൻ്റെ കാലിയായിട്ടുള്ള പാത്രത്തിലേക്ക് ഒരു പിടി അളവിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഇതുപോലെ കാൽ ഭാഗത്തോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, അത് ഡ്രൈ ആയിരിക്കുന്നത്, അതായത് നനവൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ കുളിച്ച് ബാക്കി ഒന്ന് തേഞ്ഞു പോയിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മളൊന്ന് ഡ്രൈ ആക്കി ഒന്ന് നനവൊക്കെ മാറ്റിയതിന് ശേഷം അതെടുത്താലും മതിയാവും. എന്നിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നന്നായി ഒന്ന് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടപ്പുണ്ടല്ലോ, അടപ്പിലേക്ക് നമ്മളൊരു കത്തി ചൂടാക്കിയിട്ട് നല്ലോണം ഹോളാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഹോളാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ ബാത്റൂമിനകത്ത്, അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെ, പിന്നെ നമ്മൾ സിങ്കിൻ്റെ അവിടെയൊക്കെ നമ്മളിത് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണം, നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ മണം നമുക്ക് നന്നായി തന്നെ കിട്ടും. കുറേ നാൾ നമുക്ക് ഈ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ സോപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കംഫർട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അല്ല എന്നുണ്ടെങ്കിൽ സോപ്പ് ഇട്ട് കൊടുത്താലും നമുക്ക് നല്ലൊരു മണം തന്നെ നമുക്ക് ബാത്റൂമിനകത്താണെങ്കിലും അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെയും സിങ്കിൻ്റെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തേഞ്ഞു പോയ സോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക.